മഹോത്സവകാലത്ത് ലക്ഷങ്ങൾ എത്തിച്ചേരുന്ന ചീമേനി ശ്രീ മുണ്ടിയ ക്ഷേത്രത്തിൽ അന്നദാനം വിപുലമായ സംവിധാനങ്ങളിലൂടെയാണ് നടത്തിവരുന്നത്. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. മഹോത്സവകാലത്ത് ലക്ഷങ്ങൾ എത്തിച്ചേരുന്ന ചീമേനി ശ്രീ മുണ്ടിയ ക്ഷേത്രത്തിൽ അന്നദാനം വിപുലമായ സംവിധാനങ്ങളിലൂടെയാണ് നടത്തിവരുന്നത്. 12 ദിവസത്തിലെ മഹോത്സവത്തിൽ ഏറ്റവും പ്രധാനമായ ചടങ്ങാണ് അന്നദാനം. സാങ്കേതിക സഹായവും മനുഷ്യാധ്വാനവും കൂട്ടായ്മയും ഒത്തിണക്കത്തോടെ പ്രവർത്തിച്ച് ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചാണ് അന്നദാന ചടങ്ങ് നിർവഹിച്ചു പോരുന്നതെന്ന് ക്ഷേത്രം സെക്രട്ടറി KT ഗണേശൻ മാസ്റ്റർ പറഞ്ഞു. ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ വർഷങ്ങളായി കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ ഭക്ഷണം നൽകി വരുന്നു. 2 നേരമാണ് ഇവിടുത്തെ ഭക്ഷണം നൽകി വരുന്നത്. 11 ദിവസം നിലനിൽക്കുന്ന കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്നദാനം നടത്തുന്നത്. ഈ അന്നദാനം ഇപ്പോഴും പൂർണ്ണമായിട്ടും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് തന്നെയാണ് നൽകുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിൻ്റെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഭക്ഷണം തയ്യാറാക്കുന്നവർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നവർക്കും പ്രത്യേകമായിട്ടുള്ള ഹെൽത്ത് കാർഡ് അനുവദിച്ചുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഭക്ഷണം വിതരണം ചെയ്തു വരുന്നത്. ഏതാണ്ട് 3 ലക്ഷത്തോളം പേര് ഈ 11 ദിവസത്തെ കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അന്നദാനം ഇവിടുന്ന് അന്നദാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇതുവരെ നമുക്ക് യാതൊരു തരത്തിലുള്ള പാകപ്പിഴയൊന്നും ഉണ്ടായില്ല. അത് പൂർണ്ണമായിട്ടും അധികാരികളുടെ എല്ലാ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തന്നെയാണ് പോകുന്നത്. അത് ഞങ്ങളെ അജൈവ മാലിന്യങ്ങളായിട്ട് വേർതിരിച്ചുകൊണ്ട് ജൈവ മാലിന്യത്തെ ശേഖരിച്ചുകൊണ്ട് പ്രത്യേകമായിട്ടുള്ളൊരു മാലിന്യം സംസ്കരണ കേന്ദ്രം നമ്മുടെ ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീ വൈകുണ്ഠം എന്ന പേരിൽ പ്രത്യേകമായിട്ടുള്ള പദ്ധതി നിലനിൽക്കുന്നുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ള ക്ഷേത്രത്തിലെത്തുന്നവർ അന്നദാനം കഴിക്കാതെ തിരിച്ചു പോകാറില്ല എന്നതും വിശ്വാസപരമായ പ്രത്യേകതയാണ്. ഓരോ ദിവസവും എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് അന്നദാനമൊരുക്കുന്നതിൽ മാതൃസമിതിയുടെയും കമ്മിറ്റിക്കാരുടെയും പ്രവർത്തനം ശ്ലാഘനീയമാണ്. പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും എല്ലാവിധ നിർദ്ദേശങ്ങളും പാലിച്ചാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളതെന്ന് ക്ഷേത്രം പ്രസിഡന്റ് K ബാലകൃഷ്ണനും പറഞ്ഞു. ഏറ്റവും വലിയ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം. സാക്ഷാൽ വൈകുണ്ഠം തന്നെ പണി. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ ഇത്ര ജനങ്ങൾ, ഇത്ര ഭക്തജനങ്ങൾ ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത്രക്കും ഒരു ഭയങ്കര രീതിയിലാണ് ഇന്ന് ഭക്തജനങ്ങൾ ഒഴുകിയെത്തിയിരിക്കുകയാണ്. ഒരു ഏകദേശം 50,000-60,000 ആൾക്കാർ ഇന്ന് ഇവിടെ വന്ന് അന്നദാനം കഴിച്ച് വളരെ സുഖദർശനത്തിനോടുകൂടി എല്ലാവർക്കും, ഒരാൾക്കും ഭക്ഷണം, ഒരു കുട്ടിക്ക് പോലും ഭക്ഷണം കൊടുക്കാതെ നമ്മൾ ആരും പറഞ്ഞു കേൾക്കുന്നില്ല. അങ്ങനെ സംവിധാനങ്ങളാണ് ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ കേരളത്തിലെ ഏറ്റവും തന്നെ ക്ഷേത്രങ്ങൾക്ക് മാതൃകയായിട്ട് ഏറ്റവും വലിയൊരു ജലമാലിന്യ പ്ലാന്റാണ് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും മറ്റെല്ലാം അതും കൂടിയിട്ട് ഇവിടെ നിർമ്മിച്ച് ഒരു 5 വർഷം മുന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ജീവൻ ബാബു ഇത് ഉദ്ഘാടനം ചെയ്ത്. അതോടുകൂടി ഈ വർഷം അത് ഒരു പുതിയൊരു സ്റ്റൈലിലേക്ക് ആ മാലിന്യ പ്ലാന്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. എല്ലാവരും ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അതേപോലെ മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒട്ടേറെ സൗകര്യങ്ങൾ ഒരുക്കിയും അവ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയുമുള്ള നടത്തിപ്പിൽ ആരോഗ്യവകുപ്പിൻ്റെ ആംബുലൻസ് സംവിധാനം ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണശേഷം പാത്രങ്ങളും ഗ്ലാസും കഴുകിയെടുക്കാൻ ചൂടുവെള്ളത്തിൻ്റെ സൗകര്യവും ഭക്ഷണം കഴിക്കാനുള്ള വിപുലമായ സൗകര്യവും പ്രത്യേകം ശ്രദ്ധിച്ചു തന്നെയാണ് സംഘാടകർ കൈകാര്യം ചെയ്യുന്നത്.
എന്റെ മകൻ അഭിക്ക് ദിവ്യയെ ഇഷ്ടമാണ്, ദിവ്യക്ക് അഭിയെയും. അപ്പൊ എങ്ങനെയാ, അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ? വിഷമായോ? എന്ത് വിഷമം? അവളുടെ സ്വപ്നം നടക്കട്ടെ. അച്ഛാ, കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ. റാപ്സലേ, നമ്മുടെ തെക്കപ്പറമ്പ് നോക്കാൻ വന്ന നാസറിന്റെ മോനില്ലേ, അവനോട് നാളെ തന്നെ വരാൻ പറ. രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ? മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ. അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ. IAS. പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ.